ലൈംഗിക താല്പര്യം തന്നെയാണ് 53 വയസ്സുണ്ടായിരിക്കെ 6 വയസ്സുകാരിയെ കണ്ടപ്പോൾ ആഗ്രഹം തോന്നിയത്. വളർത്തുമകന്റെ വീട്ടിലേക്ക് അവനെ കാണാൻ വേണ്ടി പോകുന്നു സെയ്ദേ എന്ന് വിളിച്ച്. അപ്പോൾ സെയ്ദിന്റെ ഭാര്യയെ കണ്ടപ്പോൾ അവരോട് ആഗ്രഹം തോന്നിയതും ആ പയ്യനെ പെരുവഴി ആധാരമാക്കി ആ പെണ്ണിനെ പിടിച്ചെടുത്ത് കെട്ടി മണവാട്ടിയാക്കി ഇന്നലെ വരെ ഇക്ക എന്ന് വിളിച്ച് അണച്ചു പിടിച്ച് കിടത്തിയിരുന്നവനെ കൊണ്ട് ഉമ്മ എന്ന് വിളിപ്പിച്ചതും ലൈംഗിക താല്പര്യം തന്നെയാണ്. പ്രവാചകന്റെ ഒരു അനുയായിയായ ദിഹിയ അവർക്ക് കിട്ടിയ സുന്ദരിയായ ഒരു പെണ്ണിനെ മുഹമ്മദ് നബിക്ക് കിട്ടിയ 4ഓളം പെണ്ണുങ്ങളെ കൊടുത്തിട്ട് ആ സുന്ദരിയായ പെണ്ണിനെ വിലയ്ക്ക് വാങ്ങിയതും ലൈംഗിക താല്പര്യം കൊണ്ട് തന്നെയാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര വിഷമം? പ്രവാചകന് തന്റെ താല്പര്യം ഏത് സാഹചര്യത്തിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. പിന്നെന്തിനാണെന്നേ നിങ്ങൾ ഇത്ര വിഷമിക്കുന്നത്? പ്രവാചകന് ചെയ്യാം, അതിനെ ന്യായീകരിച്ച് ഇന്നത്തെ കാലത്ത് വിഷമിക്കുന്നത് നിങ്ങളാ. നിങ്ങൾ ഈ വിഷമിക്കുന്നത് കാണുന്നതാണ് ഒരു വിഷമം കേട്ടോ. ഇതുവരെ കണ്ടിട്ടില്ല. ഇനി അതിനുവേണ്ടി വിമർശിക്കാൻ വേണ്ടി തെളിവുണ്ടാക്കുവോ എന്നറിയില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ശേഷമുള്ള സൗദാ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നു. സൗദാ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുമ്പോൾ സൗദാ റളിയല്ലാഹു അൻഹക്ക് 66 വയസ്സ് പ്രായമുണ്ട്. 40 വയസ്സ് കഴിഞ്ഞ് 25 വർഷവും കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അടുത്ത വിവാഹം, അഥവാ ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചതിന് ശേഷമാണ് അടുത്ത വിവാഹം. അറുപത്തിയഞ്ച് വയസ്സുള്ള സൗദാ റളിയല്ലാഹു അൻഹയാണ്. അതിന് പ്രത്യേക കാരണമുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനത് വിശദീകരിക്കുകയല്ല. ഹിജറക്ക് മുമ്പ് അവർ മുസ്ലിമായിരുന്നു. ഭർത്താവ് മുസ്ലിമാണ്. അബസീനയിലേക്ക് പീഡനം സഹിക്കവയ്യാതെ അവർ യാത്ര ചെയ്തു. കുടുംബത്തിൽപ്പെട്ട ആരും തന്നെ സൗദാ റളിയല്ലാഹു അൻഹയുടേത് മുസ്ലിങ്ങളല്ല, ഭർത്താവ് മാത്രം. വഴിമധ്യേ മരിച്ചു, ഭർത്താവ് മരിച്ചു. ആ കുടുംബത്തിലെ ആളുകൾ, മക്കക്കാരായ ആളുകൾ സൗദാ റളിയല്ലാഹു അൻഹയെ നിർബന്ധമായും മതം ഒഴിവാക്കുന്നതിന് വേണ്ടി പരിശ്രമിപ്പിച്ചു. മറ്റൊരർത്ഥത്തിൽ ആരും തന്നെ സംരക്ഷണം ഇല്ലാതിരിക്കുന്ന ഒരു ഘട്ടം വന്നു. എന്നാൽ മതം ഉപേക്ഷിച്ചുകൊണ്ട് പോകാൻ മനസ്സനുവദിക്കുന്നില്ല. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആ സ്ത്രീയുടെ സംരക്ഷണം എന്ത് ചെയ്യണം? മറ്റൊരാൾ വിവാഹം കഴിക്കണം. 66 വയസ്സ് പ്രായമുള്ള ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ ആദർശപരമായ ജീവിതത്തിന്റെ വലിയ വിഷമതകളും പ്രശ്നങ്ങളും നേരിടുന്ന ഒരു സന്ദർഭത്തിൽ അവരുടെ സംരക്ഷണാർത്ഥം പ്രവാചകൻ അവരെ വിവാഹം കഴിച്ചു. അല്ല ഉസ്താദെ, സംരക്ഷിക്കണമെങ്കിൽ വിവാഹം കഴിച്ചാലേ പറ്റുള്ളൂ. ചിലപ്പോൾ നബി അത് നല്ലതിനു വേണ്ടി ചെയ്തതായിരിക്കും, ഞാൻ സമ്മതിക്കുന്നു. അമ്മയുടെ പ്രായമുള്ള ആ സ്ത്രീയെ വിവാഹം കഴിച്ച് സംരക്ഷിച്ച് പുതിയ ചരിത്രം രചിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാകുമായിരിക്കും. എന്നാലും ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ നിങ്ങൾ വന്ന് ന്യായീകരിക്കേണ്ടി വരുന്ന നിങ്ങളുടെ ഗതികേടാണോ, തൊലിക്കെട്ടിയാണോ, അതോ അന്ധമായിട്ടുള്ള അനുകരണമാണോ? ചോദിച്ചു പോകുന്നതാണ് ഇത്തരം ചില രീതികൾ കാണുമ്പോൾ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നു. പിന്നീട് ഹഫ്സ റളിയല്ലാഹു അൻഹയെ. എല്ലാ കൂട്ടുകാരന്മാരുടെ മക്കളെയും കിട്ടി. അവർ അവിവാഹിതയല്ല, വിവാഹം കഴിച്ച സ്ത്രീയായിരുന്നു, വിധവയായിരുന്നു. ഉമ്മു ഹബീബ അഥവാ റംല റളിയല്ലാഹു അൻഹ എന്ന പേരിൽ അറിയപ്പെടുന്ന ബിൻത് അബി സുഫിയാൻ, അബൂ സുഫിയാന്റെ മകൾ. നമ്മൾ പറയുമ്പോ നിങ്ങൾ എന്താ പറയുന്നത്? പ്രവാചകൻ അങ്ങനെയൊന്നും നടന്ന് കെട്ടിയിട്ടില്ലെന്നല്ലേ? ഇനിയിപ്പൊ ഇവരുടെ നാവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാമല്ലോ നബി എത്ര കെട്ടിയെന്ന്. കേട്ടോ, വിവാഹം കഴിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് എന്നാണ് അവരുടെ ആദ്യ ഭർത്താവിന്റെ പേര്. അവർ അബസീനയിലേക്ക്, മക്കയിൽ ജീവിതം സഹിക്കവയ്യാതായ അബസീനയിലേക്ക് പോയി. അവിടെ വെച്ച് ഉമ്മു ഹബീബയുടെ ഭർത്താവ് മുമ്പ് ക്രിസ്ത്യാനിയായതുകൊണ്ട് അബസീനയിലെ ജീവിതത്തിൽ അവർ ക്രിസ്ത്യാനിയാകാൻ തീരുമാനിച്ചു. അബസീനയിൽ ക്രിസ്ത്യാനിയായി ഭർത്താവ്, എന്നാൽ വിശ്വാസിയായി ബിൻത് അബി സുഫിയാൻ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ഭർത്താവ് നിർബന്ധിച്ചു ക്രിസ്ത്യാനിയാകണമെന്ന്. ഒരിക്കലും സമ്മതിച്ചില്ല. ഞാൻ ഇത് ഒഴിവാക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അബസീനയിലേക്ക്, നാട്ടിലേക്ക് വരണമെന്ന് നിർബന്ധിച്ചു. നാട്ടിലേക്ക് വരുന്നത് എന്തിനാണ്? അബൂ സുഫിയാനെ പിടിക്കാൻ, അഥവാ ഉപ്പയ്ക്ക് പിതാവിനെ പിടിക്കാൻ. മക്കയിലേക്ക് തിരിച്ചു വന്നാൽ ഭർത്താവ് ക്രിസ്ത്യാനിയായതുകൊണ്ട് വീണ്ടും ക്രിസ്ത്യാനിറ്റിയിലേക്ക് പ്രിയപ്പെട്ട ഭാര്യ അഥവാ ഉമ്മു ഹബീബയെ മാറ്റാൻ തയ്യാറായി നിൽക്കുകയാണ് പിതാവായ അബൂ സുഫിയാൻ. ഇസ്ലാമിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് അവരെ കെട്ടിയത് എന്നായി പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് അംർ ബിൻ ഉമയ്യ എന്ന വ്യക്തിയെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനായി പറഞ്ഞയക്കുകയും അബസീനയിൽ അല്ല, നബിയുടെ കാലഘട്ടത്തില് ഇവരെയൊക്കെ കെട്ടാൻ പ്രാപ്തരായിട്ടുള്ള വേറെ ഒരാളും ഉണ്ടായിരുന്നില്ല. ഒരുപാട് വിഭാര്യന്മാരുണ്ടായിരുന്നല്ലോ. യുദ്ധത്തിൽ ഭർത്താക്കന്മാര് മരിച്ചുപോയ ഒരുപാട് വിധവ സ്ത്രീകൾ ഉണ്ടായിരുന്നല്ലോ. ഇവരെയൊക്കെ വെറുതെ വിട്ടിട്ട് വേറെ ആരെ കൊണ്ടും കെട്ടിക്കാതെ എല്ലാ സ്ത്രീകളെയും ഞാൻ മാത്രം സംരക്ഷിച്ച് ഞാൻ മാത്രം സ്വർഗത്തിൽ പൊയ്ക്കോളാമെന്ന് നബി അങ്ങ് വിചാരിച്ചോ? വേറെ ആർക്കെങ്കിലും ആ ചാൻസ് ഒന്ന് കൊടുക്കണ്ടേ? ഇത് തന്നെയല്ലേ നമ്മുടെ ബാലുവണ്ണനും പറഞ്ഞത്. നമ്മുടെ പാളയത്ത് പട്ടാളപ്പള്ളിയിൽ വരുന്ന ഇബ്രാഹിക്ക എങ്ങനെയാ പറയുക, ഇബ്രാഹിക്കാന്റെ മോളെ ഒന്ന് കെട്ടുമോ എന്ന് ചോദിച്ചിട്ട് ഇവരോട് പിന്നാലെ നടന്നത്. അങ്ങനെ മുജാഹിദ് വലശ്ശേരി പോയിട്ട് ഭാര്യയോട് ചോദിച്ചാൽ പറഞ്ഞേ കെട്ടിയിട്ടുള്ള സ്വർഗമൊന്നും വേണ്ട, കാക്ക ഇങ്ങോട്ട് വന്നിട്ട് എന്നാലും കുഴപ്പമില്ല, കാക്ക ഇങ്ങനെ പ്രബോധനമൊക്കെ ആയിട്ട് നടന്നു, പക്ഷെ രണ്ടാമത് കെട്ടിയിട്ടേ അല്ലടി നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ച് അള്ളാഹുവിന്റെ ചിപ്പിക്കകത്തും മുത്തിനകത്തും ഒക്കെയുള്ള സ്വർഗത്തിൽ വേണ്ട, ആ മുത്തിനകത്തെ പെണ്ണ് കെട്ടിയിട്ട് പോകുന്ന മുത്ത് നമുക്ക് വേണ്ടാന്ന് ബുദ്ധിയുള്ള ഭാര്യ അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് ഉളുപ്പില്ലാതെ വന്ന് പബ്ലിക്കിൽ പറയാണ് ഭാര്യയ്ക്ക് ഈമാനില്ലാന്ന്, അതുകൊണ്ടാണ് ഭാര്യ കെട്ടാൻ സമ്മതിക്കാത്തത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ പറയണത് എന്താ? ഞങ്ങൾ വെറുതെ പറയണമെന്നല്ലേ? നബി നടന്ന് കെട്ടി 6 വയസ്സ് മുതൽ 66 70 വയസ്സ് വരെ ഉള്ളവരെയും വെറുതെ വിട്ടിട്ടില്ല. രക്ഷിതമായ ജീവിതവും ആദർശപരമായ ജീവിതത്തിന് വേണ്ടി മഹാത്യാഗവും വഹിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, താങ്കളുടെ സംരക്ഷണം വിവാഹത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നതാണ്, അതുകൊണ്ട് പ്രയാസപ്പെടേണ്ടതില്ല, തിരിച്ചു വരാം എന്ന് പറഞ്ഞു. 4 വർഷമാണ് ആ വിവാഹം നീണ്ടത്. ശേഷം അവർ മരണപ്പെടുകയും ചെയ്തു. അല്ല, ഇങ്ങനെ പ്രവാചകന്റെ എല്ലാ വിവാഹങ്ങളെയും ന്യായീകരിക്കാനും പെയിന്റ് അടിച്ച് വ്യാഖ്യാനിച്ച് വെളുപ്പിക്കാനും ഇങ്ങനെ ഒരു വിഭാഗം ഇറങ്ങിത്തിരിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടേ സുഹൃത്തെ? 53 വയസ്സുള്ള പ്രവാചകൻ എന്ത് സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ 6 വയസ്സുകാരിയെ കെട്ടിയത്? 66 വയസ്സുകാരിയെ കെട്ടിയത് അവര് മതത്തിൽ നിന്ന് മാറിപ്പോകുമോ എന്ന് ഭയന്നിട്ട്. മറ്റവരെ കെട്ടിയത് ഭർത്താവ് മരിച്ചു പോയതുകൊണ്ട്. ഇത് അബൂബക്കർ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്, പിതാവാണ്, യഥേഷ്ടം സമ്പത്തിന്റെ ഉടമയാണ് അബൂബക്കർ. അപ്പോൾ സമ്പത്തിന്റെ കുറവൊന്നുമില്ലല്ലോ. എന്നിട്ടും ഈ 6 വയസ്സുകാരിയെ കെട്ടിയതിനെ ന്യായീകരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാ? പുര നിറഞ്ഞു നിന്നു അബൂബക്കറിന്റെ മകൾ ആയിഷ വീട്ടില്. എന്നിട്ട് അതിന് പക്വത എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അബൂബക്കറിന്റെ വീട്ടിലേക്ക് കൊണ്ടുവിടുവാണ്. 2 വർഷം അവിടെ നിന്നോട്ടെ, മൂപ്പ് പോരാ, കുറച്ചുകൂടെ മൂക്കട്ടെന്ന് പറഞ്ഞു. താളത്തിലും ഈണത്തിലും രാഗത്തിലും മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി അതൊക്കെ പൊളിച്ചടുക്കി. ഓരോരുത്തരും ഭാര്യമാരെ കാണാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്നത് എന്തായിരുന്നു? പക്ഷേ പ്രവാചകൻ ആയിഷയെ കാണാൻ പോകുമ്പോൾ കൊണ്ടുപോയിരുന്നത് ഹൂറിലേൻ പർദയല്ല, പട്ടുസാരിയല്ല, കളിപ്പാട്ടുമായിരുന്നു. 2 വർഷം കൂടി ആയാലേ മൂക്കത്തുള്ളെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവിട്ടതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിനെന്ത് ന്യായീകരണമാണ് ഉസ്താദെ പറയുക? ഈ ആധുനിക കാലഘട്ടത്തിലും മനുഷ്യൻ തെളിവ് എന്ന് ചോദിച്ച് പിന്നാലെ പോകുമ്പോഴും വല്ലാത്ത തോലിക്കട്ടിയാണ് ഉസ്താദെ നിങ്ങൾക്ക് ഇതിനെയൊക്കെ ന്യായീകരിക്കാനും വ്യാഖ്യാനിച്ച് വെളുപ്പിക്കാനും ഈ ആധുനിക കാലഘട്ടത്തിൽ കോട്ടിട്ട് വന്ന് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് തിരിഞ്ഞോട്ടെ. ഞങ്ങളും അതൊക്കെ തന്നെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. നന്ദി.